ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ഡ്രാഫ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ 2023, ആയുഷ്മാൻ ഭാരത് സ്കീം, ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ, പ്ലേസസ് ന്യൂസ് ആയിട്ട് ഫിജി. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പുതിയ ബഡ്ജറ്റ് വന്നതിന് ശേഷം ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ചില കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ചില പരാതികൾ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റ് വിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പണം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ വാങ്ങിച്ച പൈസയെക്കാട്ടിലും കൂടുതൽ പണത്തിന് അല്ലെങ്കിൽ ആ ഒരു അസറ്റിൻ്റെ ഫെയർ വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ പണം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കേണ്ട ടാക്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി ഇതെല്ലാം തന്നെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഈ പ്രോഫിറ്റ് ഒരു ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നിലവിൽ 2 രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും മറ്റൊന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും ആണ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്ന 2 രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വിൽക്കുന്ന അസറ്റ്സ് അത് എന്തും ആവാം. അതിപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനിയുടെ ഷെയർ ആവാം, നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു വീടാവാം, ഒരു ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു വസ്തു ആകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റീസ് ആവാം. ഇതെല്ലാം തന്നെ അസറ്റുകളാണ്. ഇതെല്ലാം തന്നെ വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം, അതിനകത്തൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്. അതിൻ്റെ പുറത്താണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലുള്ള ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ, അതായത് ഷെയർ മാർക്കറ്റിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ സെക്യൂരിറ്റീസ് നമ്മൾ വിൽക്കുന്ന സമയത്ത്, അത് നമ്മളൊരു സെക്യൂരിറ്റി പർച്ചേസ്, സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഷെയർ ആണ്. അപ്പോൾ അത് നമ്മൾ 12 മാസം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നതെങ്കിൽ, നമ്മൾ ഇന്നൊരു സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്നു, 12 മാസം കഴിഞ്ഞിട്ടാണ് നമ്മളത് വിൽക്കുന്നതെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ കീഴിലാണ് വരിക. 12 മാസം കഴിഞ്ഞ് വിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് കണക്കാക്കുക. 12 മാസത്തിന് മുമ്പാണെങ്കിൽ, 12 മാസത്തിനകത്താണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഡേ ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കേസിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, ഇനി ഈ പറയുന്ന ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള അസറ്റുകളുടെയും കേസിൽ ഈ 12 മാസത്തിന് പകരം അവിടെ 24 മാസമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഒരു വീടുണ്ട്, ആ വീട് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വീട് വാങ്ങിച്ച് 24 മാസത്തിനകത്ത് അത് വിൽക്കുകയാണ്. ആ വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ മുകളിൽ കൊടുക്കേണ്ട ടാക്സ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. 24 മാസം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് മുകളിൽ കൊടുക്കേണ്ട ടാക്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. അപ്പോൾ ഈ ഷോർട്ട് ടേമും ലോങ് ടേമും തീരുമാനിക്കുന്നത് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ 12 മാസവും മറ്റുള്ള എല്ലാ അസറ്റ്സിൻ്റെയും കേസിൽ അത് 24 മാസവുമാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഡ്രാഫ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ 2023 ആണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇനിയിപ്പോൾ അടുത്ത പാർലമെൻറ്റ് സെഷനൊക്കെ വരുന്ന സമയത്ത് വലിയ രീതിയിൽ കോൺട്രവേഴ്ഷ്യൽ ആകാൻ സാധ്യതയുള്ള ഒരു ബില്ലാണ് ഈ ഡ്രാഫ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് ബില്ലാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇത് ഫൈനലല്ല, ഇതൊരു ഡ്രാഫ്റ്റ് ബില്ലാണ്. ഇത് ഇനി സഭയിൽ അവതരിപ്പിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫൈനൽ ഫോമിലേക്ക് എത്തി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് വേണം ഇതൊരു ആക്റ്റായിട്ട് മാറാൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എസ്പെഷ്യലി OTT പ്ലാറ്റ്ഫോമുകളെയും അതുപോലെ തന്നെ ഈ യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ന്യൂസ് ഔട്ട്ലെറ്റുകളൊക്കെ അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടന്റുകളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രൊവിഷൻസ് ഈ ബില്ലിനകത്തുള്ളത് കൊണ്ട് ഇത് വലിയ രീതിയിൽ സെൻസർഷിപ്പ് പോലുള്ള കാര്യങ്ങൾക്ക് കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ക്രിറ്റിസിസം ഈ പറയുന്ന ബില്ല് നേരിടുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 10 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ബ്രോഡ്കാസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ നിയമങ്ങളുണ്ട്. കാരണം ഈ ഡിജിറ്റൽ ഏജിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഈ യൂട്യൂബ് അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെയുള്ള ഒരുപാട് ന്യൂസ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ പേജസ് ഉണ്ട്.
അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. ഇതിനൊന്നും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെല്ലാം ഇത്തരത്തിലുള്ള പുതിയ പ്ലാറ്റ്ഫോമുകൾ വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ഇന്നത്തെ കാലത്ത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഔട്ട്ഡേറ്റഡ് നിയമങ്ങളെ എസ്പെഷ്യലി 1995 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് പോലുള്ള നിയമങ്ങളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്ന പുതിയൊരു നിയമമാണ് ഈ പെർട്ടിക്കുലർ ബ്രോഡ്കാസ്റ്റിംഗ് റെഗുലേഷൻ ബില്ലെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു ആക്ട് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പുതിയ ജനറേഷനിൽ പെടുന്ന ഒരുപാട് ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജീസ് ഉണ്ട്. പണ്ട് അത് കേബിൾ ടെലിവിഷൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് OTT, അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയ, DTH, IPTV പോലുള്ള പുതിയ തരത്തിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജീസിനും കൂടി റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉള്ള ഒരു ബില്ലാണ് ഈ പുതിയ ബില്ലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിലുള്ള കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ടാവും. ഈ ടെക്നിക്കൽ ടേംസിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുകയും അതുപോലെ തന്നെ മോഡേൺ ബ്രോഡ്കാസ്റ്റിംഗ് ടേംസിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു ബില്ലാണ് ഇത്. ഇനി അതുപോലെ തന്നെ ഇതിനകത്തൊരു കണ്ടന്റ് ഇവാലുവേഷൻ കമ്മിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഡസ്ട്രീസിനെ സെൽഫ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ഇവാലുവേഷൻ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് അഡ്വൈസറി കൗൺസിലിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇന്ത്യയിലുള്ള പ്രോഗ്രാംസ് അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് കോഡ് വയലേഷൻസിനെ കുറിച്ചൊക്കെ ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് അഡ്വൈസറി കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നിയമത്തിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പീനൽ പ്രൊവിഷൻസിനെ കുറിച്ചും ഈ ബില്ലിനകത്ത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസറി വാർണിങ്ങുകൾ, സെൻഷർ, മോണിറ്ററി ഫൈൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇവർ കമ്മിറ്റ് ചെയ്യുന്ന ഒഫൻസിൻ്റെ സീരിയസ്നെസ്സിനകത്ത് അടിസ്ഥാനത്തിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിവിയർ വയലേഷൻസിൻ്റെ കേസിൽ സിവിയർ വയലേഷൻസിൻ്റെ കേസിൽ ഫൈനുകളും അതുപോലെ തന്നെ ഇംപ്രിസൺമെൻറ്റും ഒക്കെ ശിക്ഷയായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ഈ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് സബ് ടൈറ്റിൽസ്, ഓഡിയോ ഡിസ്ക്രിപ്ഷൻസ്, സൈൻ ലാംഗ്വേജ് പോലുള്ള മെത്തേഡ്സിലൂടെ അവരെ കൂടി ഇൻക്ലൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് അറ്റ്മോസ്ഫിയറിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനും ഈ ബില്ലിനകത്ത് ഉണ്ട്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിസബിലിറ്റി ഗ്രീവൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഈ ഒരു പുതിയ ബില്ലിനകത്ത് പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കുകൾ തമ്മിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഷെയർ ചെയ്യുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ്, അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം അല്ലെങ്കിൽ ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം സ്ട്രക്ചേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഈ ബില്ലിനകത്ത് പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ റെഗുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ആയുഷ്മാൻ ഭാരത് സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ആയുഷ്മാൻ ഭാരത് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 14 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാർത്ത എല്ലാവരും ഒന്ന് വായിച്ചിരിക്കുക. കാരണം ഈ ആയുഷ്മാൻ ഭാരത് സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്പെൻഡിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു വാർത്തയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻസിനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ ഈ വാർത്തയിലേക്ക് അധികം കടക്കുന്നില്ല. ജസ്റ്റ് എന്താണ് ആയുഷ്മാൻ ഭാരത് സ്കീം എന്ന് മനസ്സിലാക്കുക. 2018 നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് 2017 ഇന്ത്യയുടെ നാഷണൽ ഹെൽത്ത് പോളിസി ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ നാഷണൽ ഹെൽത്ത് പോളിസിക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഉണ്ട്. അതിനെയൊക്കെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2018 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചൊരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് സ്കീം എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 കോമ്പോണൻസ് ആണ് അല്ലെങ്കിൽ 2 പാർട്ടുകളാണ് ഈ ആയുഷ്മാൻ ഭാരത് സ്കീമിനുള്ളത്. ഒന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് ആണ് ഈ ആയുഷ്മാൻ ഭാരത് സ്കീമിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് ആണ്. രണ്ടാമത്തത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അല്ലെങ്കിൽ PMJAY എന്ന് പറയുന്നതാണ്. ഈ PMJAY എന്ന് പറയുന്നതാണ് ആയുഷ്മാൻ ഭാരത് സ്കീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ഓക്കെ, അതായത് ഇന്ത്യയിലുള്ള കുടുംബങ്ങൾക്ക് സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ഹോസ്പിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ് ടു 5 lakhs rupees വരെ പെർ ഇയർ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നതാണ് ഈ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനകത്തുള്ള ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട 40% വരുന്ന ജനങ്ങൾക്കാണ് ഈ ഒരു PMJAYയുടെ ബെനിഫിഷ്യറീസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി 2011
ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ PMJAYക്കുള്ള ബെനിഫിഷ്യറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മുടെ ഇന്ത്യയിൽ ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന അല്ലെങ്കിൽ RSBY എന്ന് പറയുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ PMJAY നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2008 RSBY സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് പകരമായിട്ടാണ് അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ PMJAY വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ RSBYനകത്ത് കവർ ചെയ്തിട്ടുള്ള ഫാമിലീസ് ഈ ഒരു സ്കീമിനകത്ത് ഉൾപ്പെടും. അതുപോലെ തന്നെ ഈ പറയുന്ന RSBY സ്കീമിനകത്ത് ഉൾപ്പെട്ട് പക്ഷേ ഈ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും. അവരെ കൂടി ഈ PMJAYക്കകത്ത് കവർ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചാർജസ് ഉണ്ടാവും, ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന് മുമ്പുള്ള ചിലവുകൾ ഉണ്ടാവും, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചിലവുകൾ ഉണ്ടാവും. അതെല്ലാം തന്നെ ഈ PMJAYക്കകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1391 ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 24 സ്പെഷ്യാലിറ്റീസും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ബേസിക്കലി ക്യാഷ്ലെസ് ആയിട്ടുള്ളൊരു സ്കീമാണ്. അതായത് ഈ എംപാനൽഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഫെസിലിറ്റീസിൽ ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് ക്യാഷ്ലെസ് കെയർ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നോർമലി സെൻറ്റർ സ്റ്റേറ്റ് ഷെയറിംഗ് ആണ് വരുന്നത്. നോർമലി അത് 60-40 ആണ്. 60% സെൻട്രലും 40% സ്റ്റേറ്റും എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ ഉള്ള യൂണിയൻ ടെറിട്ടറീസിൻ്റെ കേസിലും സെയിം ആണ്, 60-40 ആണ്. പക്ഷേ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെയും ഹിമാലയൻ സ്റ്റേറ്റുകളുടെയും കേസിൽ അത് 90-10 ആണ്. ലെജിസ്ലേച്ചർ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറീസിൻ്റെ കേസിൽ 100% സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേയെ കുറിച്ചാണ്. സോ ഈ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 7 അതൊരു വാർത്തയിൽ ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേയെക്കുറിച്ച് അല്ലെങ്കിൽ HCESനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ വീടുകളിലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കൺസംഷനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു സർവേ ആണ്. ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ് അല്ലെങ്കിൽ NSSO ആണ്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഒരു സാധാരണഗതിയിൽ ഒരു വർഷത്തേക്കാണ് ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പ്രദേശങ്ങളും കവർ ചെയ്യുന്നൊരു സർവേയാണ്. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർസിലൊക്കെ ഉള്ള ചില ഇപ്പോൾ ഈ നോർത്ത് സെൻറ്റിനലൊക്കെ പോലുള്ള ഈ പറയുന്ന അൺകോണ്ടാക്റ്റഡ് ആയിട്ടുള്ള ട്രൈബ്സ് ജീവിക്കുന്ന ചില റിമോട്ട് ഐലൻഡ്സ് ആൻഡ് വില്ലേജസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും ഈ സർവേ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2022-23 സർവേ ആണ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ളത്. അപ്പോൾ ആ സർവേയുടെ ബേസിസിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. ബേസിക്കലി ഈ സർവേയെക്കുറിച്ചല്ല, ഈ സർവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ 2022-23 സർവേക്കകത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറിനകത്ത് കഴിഞ്ഞൊരു 11 വർഷത്തിനകത്ത് കാര്യമായിട്ടുള്ളൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എസ്പെഷ്യലി ഇപ്പോൾ നമ്മളൊരു റൂറൽ അർബൻ ഡിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ റൂറൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് റാപ്പിഡായിട്ട് അർബൻ കൺസംഷൻ എക്സ്പെൻഡിച്ചറുമായിട്ട് കണക്കാക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് കൂടിയതായിട്ട് ഈ ഒരു കാലഘട്ടത്തിനകത്ത് കൂടിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഈ റൂറൽ അർബൻ ഡിവിഷൻ അല്ലെങ്കിൽ സ്പെൻഡിങ്ങിനകത്തുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതിലൂടെ കുറക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിൻ്റെ മുകളിലുള്ള എക്സ്പെൻഡിച്ചർ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസിൻ്റെ മുകളിലുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആളുകളുടെ ജീവിത നിലവാരം ഉയരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദിവസം 100 രൂപ കൂലി കിട്ടുന്ന ഒരാൾ 50 രൂപ അയാൾ ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 50% ആണ്. ഇനി അതേ സമയത്ത് അയാൾക്കൊരു 500 രൂപ കൂലി കിട്ടുന്നു, അയാൾ 100 രൂപ ഫുഡിന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ അയാളുടെ ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 20% അപ്പോൾ ബേസിക്കലി അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുതൽ, അയാൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ പണം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ബേസിക്കലി അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ വരുമാനം കൂടുകയാണ്. അപ്പോൾ ഈ ഷെയർ ഇൻ എക്സ്പെൻഡിച്ചർ ഓൺ ഫുഡ് ഐറ്റംസ് കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ജീവിത നിലവാരം കുറയാണെന്നല്ല അർത്ഥം. ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നത് ആളുടെ ജീവിത നിലവാരം കൂടുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കുന്ന സമയത്തും ഒരു അർബൻ റൂറൽ ഡിവിഷൻ പറയാൻ പറ്റും, പക്ഷേ വലിയ കാര്യമായിട്ടുള്ളൊരു ഡിവിഷൻ ഇല്ല. ഇപ്പോൾ റൂറൽ ഹൗസ് ഹോൾഡുകളുടെ കേസിൽ അവരുടെ വരുമാനത്തിൻ്റെ 46%
ഫുഡ് ഐറ്റംസിന് വേണ്ടി ചിലവാക്കുന്നതെങ്കിൽ അർബൻ ഏരിയാസിൽ അത് 39% ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നോൺ ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറും ഈ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ കൂടിയിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. കൺവെയൻസ്, കൺസ്യൂമർ സർവീസ്, ഡ്യൂറബിൾ ഗുഡ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സും കൂടിയതായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഫിജിയാണ്. സോ ഫിജി എന്ന് പറയുന്നത് മാലനേഷ്യയിലുള്ള, അതായത് ബേസിക്കലി ഓഷ്യാനയുടെ ഭാഗമായിട്ടുള്ള മാലനേഷ്യയിലുള്ള ഒരു ആർച്ചിപ്പലാഗോ ആണ്. ഒരുപാട് ഐലൻഡുകളുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ഫിജി എന്ന് പറയുന്നത്. ഇത് സൗത്ത് പസഫിക് ഓഷനിലാണ് ഫിജി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞെങ്കിൽ ഒരു സൗത്ത് വെസ്റ്റ് സൈഡിലായിട്ടാണ്, പസഫിക്കിൻ്റെ സൗത്ത് വെസ്റ്റേൺ സൈഡിലായിട്ടാണ് ഫിജി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മേഖലയിലുള്ള മറ്റു 2 ഐലൻഡ് നേഷൻസ് ഉണ്ട്. ഒന്ന് ടോങ്ക എന്ന് പറയുന്ന ഐലൻഡാണ്, അതുപോലെ തന്നെ വനുവാട്ടു എന്ന് പറയുന്ന മറ്റൊരു ഐലൻഡ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് ഫിജി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഫിജിക്കകത്ത് വരുന്ന മെജോറിറ്റി ഐലൻഡ്സും വോൾക്കാനിക് ആക്ടിവിറ്റിയിലൂടെ ഫോം ചെയ്തതാണെന്നാണ് പറയുന്നത്. ഇനി പസഫിക് റീജിയനിലുള്ള ഏറ്റവും അധികം ഡെവലപ്ഡ് ആയിട്ടുള്ള എക്കണോമീസിലൊന്നാണ് ഫിജി എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഐലൻഡ്സ് ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും ഇവിടെ കാണുന്ന 2-3 ഐലൻഡ്സിലാണ് കൂടുതലും ആൾതാമസമുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.